നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അഭിനയത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള നടിമാരുള്ള നാടാണ് നമ്മുടേത്. തമിഴും തെലുങ്കും കന്നഡയും ഉൾപ്പെടുന്ന തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല ബോളിവുഡിൽ പോലും കഴിവ് തെളിയിച്ച മലയാളി നടിമാരുണ്ട്. നയൻതാര മുതൽ വിദ്യാ ബാലൻ വരെ ആ ലിസ്റ്റിൽ പെടും. എന്നാൽ ഏത് മലയാളി നടിയായിരിക്കും ജനപ്രീതിയിൽ ഏറ്റവും മുന്നിലെന്ന് ചോദിച്ചാൽ അതിനുത്തരം നൽകുക വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കും. എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായതിനാൽ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടി വരും. സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും അഭിനയത്തിന്റെ കാര്യത്തിലായാലും മികച്ച നിൽക്കുന്നവരാണ് ഓരോരുത്തരും. സിനിമയിൽ നിന്നും വർഷങ്ങളായി വിട്ടുനിൽക്കുന്ന താരങ്ങൾക്ക് പോലും ഇന്ന് സജീവമായി നിൽക്കുന്ന പല നടിമാരെക്കാൾ ജനപ്രീതിയുണ്ട്. ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം ജനപ്രീതിയിൽ മുന്നിൽ മലയാളി നടിമാരുടെ പട്ടികയിൽ ദീർഘകാലമായി മുന്നിൽ നിന്നിരുന്നത് മഞ്ജു വാര്യരായിരുന്നു. എന്നാൽ ഓർമാക്സ് മീഡിയയുടെ മെയ് മാസത്തെ ലിസ്റ്റിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മഞ്ജു വാര്യർക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. മഞ്ജുവിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് യുവനടിയായ മമിത ബൈജു ആണ്. ഈ വർഷം റിലീസായ പ്രേമലു എന്ന ചിത്രത്തിലൂടെ ദക്ഷിണേന്ത്യയാകെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് മമിത. SS രാജമൗലി അടക്കമുള്ള നിരവധി പ്രമുഖരാണ് നടിയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ നിന്ന് 130 കോടിയിലേറെയാണ് ചെറിയ ബജറ്റിൽ ഒരുങ്ങിയ പ്രേമലു കളക്ട് ചെയ്തത്. വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ചിരുന്ന മമിതയ്ക്ക് ബ്രേക്കായത് പ്രേമലു ആയിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ടാണ് താരമൂല്യത്തിൽ മമിത ബൈജു ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. പ്രേമലുവിന്റെ വൻ വിജയത്തിന് പിന്നാലെ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നുമെല്ലാം മമിതയെ തേടി ഓഫറുകളും വന്നിരുന്നു. ലവ് ടുഡേയിലെ നായകനായ പ്രദീപിനൊപ്പം ഒരു ചിത്രത്തിലും നടി അഭിനയിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 2ാം സ്ഥാനത്തായിരുന്നു താരങ്ങളുടെ പട്ടികയിൽ മമിതയെന്ന് ഓർമാക്സ് പറയുന്നു. അവിടെ നിന്ന് താരമൂല്യം പിന്നെയും ഉയർത്തിയാണ് മമിത ഇപ്പോൾ 1ാം സ്ഥാനത്തെത്തിയത്. ആദ്യമായി നായികാ സ്ഥാനം കിട്ടിയപ്പോൾ അതിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചതാണ് മമിതയുടെ താരമൂല്യം ഉയരാൻ കാരണമായത് എന്നാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. ഇതാദ്യമായിട്ടാണ് പട്ടികയിൽ മഞ്ജു വാര്യരെ കടത്തിവെട്ടി ഒരു നടി 1ാമതെത്തുന്നത്. പ്രേമലുവിന്റെ വിജയത്തിന് പിന്നാലെ നടി പ്രതിഫലം വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം മഞ്ജു നിലവിൽ 2ാം സ്ഥാനത്താണ്. ശോഭന 3ാം സ്ഥാനം നിലനിർത്തി. മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിന്റെ പ്രഖ്യാപനമാണ് ശോഭനയെ വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവന്നത്. 4ാം സ്ഥാനത്ത് അനശ്വര രാജനാണ് ഉള്ളത്. 5ാം സ്ഥാനത്ത് ഐശ്വര്യ ലക്ഷ്മിയാണ് ഉള്ളത്. അനശ്വരയുടെ നേട്ടവും അത്ര ചെറുതല്ല. നിരവധി ചെറിയ ചിത്രങ്ങളിലൂടെ എത്തിയ അനശ്വര പിന്നീട് നായികയായി മികവ് കാണിക്കുകയായിരുന്നു. നേരിലും ഒസ്ലറിലുമെല്ലാം തകർപ്പൻ പ്രകടനമാണ് അനശ്വര കാഴ്ചവെച്ചത്. അതേസമയം മഞ്ജു വാര്യർക്ക് സമീപകാലത്ത് വലിയ ഹിറ്റുകളോ റിലീസുകളോ ഇല്ല. വെള്ളരിപട്ടണമാണ് മഞ്ജുവിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. മോഹൻലാൽ നായകനായ എമ്പുരാനാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ. മലയാളത്തിന് പുറത്ത് തമിഴിലും സജീവമായി മാറുകയാണ് മഞ്ജു വാര്യർ. തമിഴിൽ രജനീകാന്ത് ചിത്രം വേട്ടയാൻ, മിസ്റ്റർ X, വിടുതലൈ പാർട്ട് 2 എന്നിവയാണ് മഞ്ജുവിന്റേതായി അണിയറയിലുള്ളത്. ഹിന്ദിയിൽ അമിക്രി പണ്ഡിറ്റ് എന്ന സിനിമയും തയ്യാറാകുന്നുണ്ട്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.